കൊല്ലം പാരിപ്പള്ളി വേളമാനൂരിലെത്തിയാൽ വ്യത്യസ്തമായ ഒരു കട കാണാൻ കഴിയും. ഭൂമിക്കാരൻ്റെ ആളില്ല കട. ജയപ്രകാശിന് വർഷങ്ങൾക്ക് മുൻപ് തോന്നിയ ആശയമാണ് ഇത്തരത്തിലൊരു കടയിലെത്തിച്ചത്. ആളില്ല കടയുടെ വിശേഷങ്ങളുമായി ലിജോ റോളൻസ് ചേരുന്നു. ചേട്ടാ, ഈ കടയിൽ എന്താ ആളില്ലേ? ആളില്ല കട. നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ യഥേഷ്ടം എടുക്കുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില ഇവിടെ സമർപ്പിക്കാവുന്നതുമാണ്. എന്തായാലും ഒരു കുപ്പി വെള്ളം എടുക്കാം. ഈ ആശയം എന്തായാലും കൊള്ളാം. പാരിപ്പള്ളിക്ക് സമീപത്തുള്ള വേളമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഭൂമിക്കാരൻ്റെ ആളില്ല കട എന്നുള്ള പേരിലുള്ള ഒരു കടയുള്ളത്. ഇവിടെ നിരവധിയായിട്ടുള്ള, അതായത് നാടൻ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് ആ സാധനങ്ങൾ എടുക്കാം, ഇഷ്ടമുള്ള തുകയിടാം. പലരും തുകയിടാതെയൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇത്തരത്തിൽ ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വെള്ളം കുടിച്ചു. നമുക്കെന്തായാലും ചേട്ടൻ്റെ ആ ഒരു നല്ല സംരംഭത്തിൽ പങ്കുചേരുകയും ചെയ്യാം. എല്ലാം കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് ഇത്തരത്തിൽ ഒരു ആശയം എന്നുള്ളത് ഈ ആളില്ലാ കട നടത്തുന്ന ജയപ്രകാശനോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. പരസ്പര വിശ്വാസമില്ലാത്ത മനുഷ്യരാണ് ചുറ്റും. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ആളില്ലാ കട നടത്തുന്നത്. അത് ഇന്നും ഇന്നലെയും അല്ല, ഏകദേശം 2 വർഷത്തോളമായി അത് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. ജയപ്രകാശ്, JP എന്നറിയപ്പെടുന്ന ജയപ്രകാശാണ് അതിന് പിന്നിലെ ഒരു സാരഥി. ചേട്ടാ, ഈ ഒരു ആശയം വലിയൊരു ആശയമാണ്. എങ്ങനെയാണ് ഈ ആളില്ലാ കട എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്? കള്ളത്തരങ്ങളില്ലാത്ത, കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു മാവേലി നാട്ടാണ് ഞങ്ങളുടെ സ്വപ്നം. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം കൊള്ളാം എന്ന് തോന്നി തുടങ്ങിയതാണ്. തുടങ്ങിയിട്ട് എനിക്കൊന്ന് 2 വർഷം ആവുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതിനോടുള്ള ഒരു പ്രതികരണം? നല്ല വിവരമാണ്. 2 വർഷം ഒരു മാസം പോലെ നിൽക്കാൻ നോക്കില്ല. കാരണം അത് നശിപ്പിച്ച് കളയാം, എടുത്തോണ്ട് പോകാം. ഞങ്ങളങ്ങനെയല്ല. ആദ്യമൊക്കെ പൂട്ടില്ലായിരുന്നു. പിന്നീട് പോലീസുകാർ പറഞ്ഞ് രാത്രി അടയ്ക്കണം എന്ന് പറഞ്ഞാണ് പൂട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സഹകരണമാണ്. നിലനിൽക്കുന്നത് അത് അതിശയമാണ്. ആളിലടച്ച് നമ്മൾ മോട്ടിക്കാൻ പറ്റുമോ മോട്ടിക്കും. ആ സമയത്ത് ഇത് ആളില്ലാത്ത ഇടയിൽ നിലനിന്ന് പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷവും ആണ്. ഇതിപ്പോൾ നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ പോലും ഇത് തുറന്ന് എങ്ങനെയാ വെച്ചേക്കുള്ള? അതെ, ഞങ്ങൾ ആരെങ്കിലും തുറക്കുമോ? ഇന്ന് ആളുണ്ട് ഇവിടെ. ഇപ്പോൾ കുട്ടിയന്ത്രമാണ്, അതുകൊണ്ട് ആളുണ്ട്. ആളില്ലാത്തൊരവസ്ഥ വരുന്നില്ല. എനിക്കൊന്ന് ചേച്ചി ആദ്യം മുതലേ ചേട്ടനെല്ലാം സപ്പോർട്ടൊക്കെ ആയിട്ടൊക്കെ. ഇത് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ മാത്രമല്ല, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൂടെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്. ഇവിടെ വാഴക്കൊലയായാലും ചേന, ചേമ്പ്, അങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളുണ്ട്. ഈ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം? നമുക്ക് എന്ത് സാധനമായാലും വാങ്ങണമെങ്കിൽ പൈസ ചിലവുണ്ടല്ലോ. എങ്ങനെയാണ് അക്കാര്യമൊക്കെ നടന്നു പോകുന്നത്? അങ്ങനെ ലാഭം അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നൊരാശയത്തിൽ അടിയുറച്ചാണത്. ചേട്ടാ, ഈ ജോലി ചെയ്തൊക്കെയാണോ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്? തീർച്ചയായും. അത് നമുക്ക് വേറെ ചിലവില്ല. ചിലവ് പരമാവധി ചുരുക്കി സാമൂഹിക പ്രവർത്തനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ് ലക്ഷ്യം. അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു, സമാധാനം കണ്ടെത്തുന്നു. എനിക്ക് തോന്നുന്നു ആളുകൾ ഈ ഒരു കോൺസെപ്റ്റിനെ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാകും, എന്തും വിമർശിക്കുമല്ലോ. എങ്ങനെയായിരുന്നു അതിനെയൊക്കെ ഒന്ന് നേരിടുക എന്ന് പറയുന്നത്? അത് ഏത് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോഴും അങ്ങനെ ഒരു കളിയാക്കലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് നമുക്കൊരു പ്രശ്നമല്ല. കളിയാക്കലുകളൊക്കെ അതിജീവിച്ചാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ മറ്റൊരു പ്രധാന എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്കാരൻ്റെ ആളില്ലാ കട എന്നുള്ളതാണ്. എന്താണ് ഈ ഭൂമിക്കാരൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഉദ്ദേശിച്ചത്? നമ്മൾ ഇന്ത്യക്കാരനായി ചുരുങ്ങാതെ ഭൂമിക്കാരനാവുക. പലരും പറയുന്നത് നമ്മൾ ഭാരത മാതാവ്, തെറ്റായ പ്രയോഗമാണ്. ഭൂമിയാണ് നമ്മുടെ മാതാവ്. ഭൂമിയെ ചിന്ന ഭിന്നമാകുമ്പോഴാണ് ഭാരതവും അമേരിക്ക, ഇന്ത്യയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭൂമി മാതാവ് എന്ന് പറയുന്നതാണ് ശരി. നമ്മൾ ഭൂമിയുടെ മക്കളാണ്, ഭൂമിക്കാരാവുക. നമ്മളെല്ലാവരും ഭൂമിക്കാരാണ്. അത് നമ്മുടെ കാഴ്ചപ്പാട്. ഈ ഭൂമിക്കാരൻ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്? കൂട്ടുജീവന കേന്ദ്രം, ഞങ്ങളിപ്പോൾ പരസ്പരാനന്ദ ബന്ധുത്വ ജീവിതം എന്ന ആശയത്തിൽ അടിയുറച്ച് ഒരു കൂട്ടുജീവന കേന്ദ്രം നടത്തുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഓപ്പൺ ലൈബ്രറി, ആത്മഹത്യാ പ്രതിരോധ പദ്ധതി, ഒരു സ്വയംവരം എന്നുകൊണ്ട് പുതിയൊരു പദ്ധതി, ഇപ്പോൾ ജീവിത പങ്കാളികളെ കണ്ടെത്തുന്ന ഒരു പദ്ധതി. ഈ നിങ്ങളുടെ മക്കളെയൊക്കെ ഈ ഒരു രീതിയിലേക്കാണ് വളർത്തിക്കൊണ്ട്? തീർച്ചയായും. അവരങ്ങനെ വളർന്നത്. നമ്മൾ വളർത്തി അവരങ്ങനെ തന്നെ വളർന്നു വന്നു. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഞങ്ങളിപ്പം ഈ മരുമക്കത്തായമായി മക്കത്തായമായി, ഇനി അയൽപക്കത്തായമാണ് ഞങ്ങളുടെ സങ്കല്പം. അയൽപക്കത്തായമാണ് ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഇത്തരത്തിലൊരാശയം വരുന്ന സമയത്ത്, കാര്യം നമുക്കറിയാം എല്ലാം ഒരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാളത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഞങ്ങൾ മരണം വരെ ഞങ്ങൾ ജീവിത കാലം നമുക്ക് നടത്താൻ പറ്റും. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടാവും, അതിലാരും സംശയമില്ല. ഈ വലിയൊരാശയമാണ്. എല്ലാം ലാഭത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരാശയമാണ് ഇവിടെ ഈ ജയപ്രകാശും കുടുംബവും, ഒപ്പം തന്നെ അവരുടെ പിന്നിൽ വലിയൊരു ടീം തന്നെയുണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ചക്കയുണ്ട്, തണ്ണിമത്തനുണ്ട്, വെള്ളമുണ്ട്, ചേനയുണ്ട്, മാങ്ങയുണ്ട്. ഇതെല്ലാം നാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നു പോകുന്ന ഒരാൾ പോലും വിശന്നോ ദാഹിച്ചോ തിരികെ പോകാൻ പാടില്ല എന്നുള്ളൊരു വലിയ സന്ദേശം നൽകുന്നു. കയ്യിൽ പണമുള്ളവർക്ക് ഇവിടെ ഇടാം, ഇതാരും എടുത്തുകൊണ്ട് വീട്ടിലൊന്നും സൂക്ഷിക്കില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടുപോകുന്ന വലിയൊരു പ്രസ്ഥാനം, ഒരു ആളില്ലാ കട വലിയ വിജയമായി മാറട്ടെ. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.